നമസ്കാരം, വിനോണ്. ഞാനെന്നേ നമ്മൾ പലപ്പോഴായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അറിവെത്താൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2-3 പ്രാവശ്യമായി യാത്രക്കാരെ വണ്ടി തട്ടാനായിട്ട് പോകുന്നതും നമ്മളെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ പിള്ളേരിച്ച് ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ അതിൽ ഈ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് കടക്കുമ്പോൾ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല. ഈ സൈഡ് കട്ടി കൊടുത്തേക്ക് ഇവിടെ ആവുന്ന ഡ്രൈവർക്ക് ഈ സൈഡിൽ കൂടെ കിടക്കുമ്പോൾ ഈ കൈ പൊക്കി പിടിച്ച് കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ കുറച്ച് നീങ്ങിയിട്ട് വേണം കിടന്ന് പോകാനായിട്ട്, കൈ പൊക്കി പിടിച്ച്. അല്ലെങ്കിൽ അത് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാവും. കാരണം ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല. ഇത്രയും ഭാഗം ഡ്രൈവറുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാണാൻ പറ്റാത്തൊരു സൈഡാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ എല്ലാവരിലേക്കും ഈ മെസ്സേജ് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു പറയാൻ കാരണം ഈ സൈഡ് ഡ്രൈവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വലിയൊരു അപകടങ്ങൾ കണ്ടമാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് കുറവായ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ, പിള്ളേരായാലും ക്രോസ് ചെയ്യുമ്പോൾ ആയാലും ഇതിൻ്റെ ഡ്രൈവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു നിശ്ചിത ഗ്യാപ്പിൽ കൂടെ കയ്യിലേക്ക് കാണാമെന്താ നിശ്ചിത ഗ്യാപ്പിൽ കൈ ഇങ്ങനെ കടിലും കടന്നു പോകാനായിട്ട് അപ്പോൾ ഡ്രൈവർക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം അത് ഡ്രൈവർക്ക് കാണാൻ സാധിക്കില്ല. ഡ്രൈവർ മുന്നോട്ട് വണ്ടി എടുക്കുമ്പോൾ അത് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടി, മെസ്സേജിന് വേണ്ടി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ ആര് കൈ പൊക്കി പിടിച്ച് കിടക്കണ്ട. ഓക്കെ കുറച്ചും നീങ്ങി, കുറച്ച് നീങ്ങി നടക്കും, ഇങ്ങോട്ട് നീങ്ങി എടുക്കുക. കണ്ട ഇത്ര അകലത്തിലായിരിക്കണം ക്രോസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കണ്ട അങ്ങനെ നടക്കണം. ഇത്ര അരിയത്തോടെ ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ പോയാലും വലിയ ആക്സിഡൻ്റ് ഉണ്ടാവും. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ അത് കാണാൻ സാധിക്കില്ല. കാരണം ആ വണ്ടി വലിയ വണ്ടിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആര് കൈ പൊക്കി പിടിച്ച് കിടക്കണ്ട. ഓക്കെ കുറച്ച് നീങ്ങി നടക്കും, ഇങ്ങോട്ട് നീങ്ങി എടുക്കുക. കണ്ട ഇത്ര അകലത്തിലായിരിക്കണം ക്രോസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കണ്ട അങ്ങനെ നടക്കണം. ഇത്ര അരിയത്തോടെ ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ പോയാലും വലിയ ആക്സിഡൻ്റ് ഉണ്ടാവും. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ അത് കാണാൻ സാധിക്കില്ല. കാരണം ആ വണ്ടി വലിയ വണ്ടിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.